Dreams of an endless tomorrow. Kattai vishum tirangale. Oh, shores where the breeze flows. Machuttamangire Purannaralu. Even if the stars open their eyes. ഇത് ശരിക്കും മൂവാറ്റുപുഴ കിഴക്കേക്കാവിലാണ് കേട്ടോ. മൂവാറ്റുപുഴ കിഴക്കേക്കാവിലെ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് എങ്ങനെയാണ് കൃത്യമായിട്ട് ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതറിൻ്റെ ഇന്നിപ്പോൾ ഞാൻ കറക്റ്റ് ഒരു മാസം ആവുന്നതിന് ഭാഗമായിക്കൊണ്ട് 5000 ആകുമ്പോഴാണ് പിന്നെ ഇതിൽ പോകേണ്ടത്. 5000 ആകുമ്പോഴാണ് ശരിക്കും പിന്നെ ഷോറൂമിൽ 5000 കിലോമീറ്ററിൽ ഷോറൂമിൽ ലൈക്ക് പോകേണ്ടത്. പക്ഷെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഇന്നിപ്പോൾ പോയി. കാരണം വണ്ടീൻ്റെ ഒരു സൗണ്ട് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ആ സൗണ്ട് നമ്മൾ മുമ്പേ ബെൽറ്റ് ഇഷ്യൂ എന്നൊക്കെ ഏതറിനെ കുറിച്ച് പറയുന്നത് ക്ലിയറായിട്ട് കേൾക്കുന്നത് കൊണ്ടേ അപ്പം ഞാൻ എന്ത് ചെയ്തു, അതെന്താ സംഭവം നോക്കണേ പോയതാണ്. അങ്ങനെ മാറ്റി. അപ്പം എനിക്ക് ഇപ്പം എന്താ തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കണേന് പിന്നെ മുമ്പുള്ള സൗണ്ടിനേക്കാൾ കൂടുതൽ സൗണ്ടായോ എന്നുള്ളൊരു സംശയം എനിക്ക് ഞാനിപ്പോൾ നേരിടുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്ത് വെച്ചില്ല. ഫസ്റ്റ് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പം എങ്ങനെ ഭയങ്കരമായിട്ട് എന്നുള്ള സൗണ്ടാണ്. അത് ഫസ്റ്റ് എടുത്ത സമയത്തുള്ള വീഡിയോ ഉണ്ട്, ഒരു വീഡിയോ. ആ വീഡിയോയിൽ ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അങ്ങനത്തെ സൗണ്ട് വല്ലാതെ ഇല്ല. കാരണം അവർ പറഞ്ഞത് ബെൽറ്റ് ലൂസായെന്നാണ്. ബെൽറ്റ് ലൂസായതുകൊണ്ടാണ് അങ്ങനെ സൗണ്ട്. അങ്ങനെ ഇപ്പോഴും ആ സൗണ്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് തോന്നുന്നു. ആ ബെൽറ്റിൻ്റെ ലൂസാകൽ ആണ് പുതിയതായിട്ട് എടുക്കുന്ന ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഏതറിൻ്റെ ബെൽറ്റ് ലൂസാവാന്ന് പറയുന്നത് വളരെ പിന്നെ പ്രയാസമുള്ളൊരു സംഗതിയും ആയിട്ട് കസ്റ്റമേഴ്സ് എല്ലാവരും നേരിടുന്നതാണ്. അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് ബെൽറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഒരൊറ്റ മാസത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അത് ഞാനിപ്പോൾ പോകുന്നത് നേരെ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നല്ലൊരു വീട്, കൂടെ അടിപൊളി. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു വീടൊക്കെ വെക്കുകയാണെങ്കിൽ കറക്റ്റ്. പക്ഷെ വെള്ളത്തിന് പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതൊരു അടിപൊളി സ്ഥലം. വഴിയൊക്കെ പഠിച്ചു വരുന്നു. വഴി കൂടെ പോയാലാണ് മറ്റു വഴി കിട്ടാൻ ആളൊക്കെ കാണുന്നുണ്ട്. വഴി തെറ്റി ഇതിപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയത് നിങ്ങൾ വിചാരിക്കും വഴി തെറ്റൽ മാത്രമാണ്. പക്ഷേ വഴി തെറ്റൽ മാത്രമല്ല, ഇപ്പം നമ്മൾ ഇപ്പം ഈ ഒരു കയറ്റം ഇറങ്ങിയാലോ, റിവേഴ്സ് മോഡ് ഉള്ളതുകൊണ്ട് റിവേഴ്സ് ഓട്ടോ ഓണാക്കിയിട്ടേക്കാം. ഓട്ടോ ഓണാക്കിയിട്ടുണ്ട്. റിവേഴ്സ് ഓണാക്കി റിവേഴ്സ് മാറി ഈ ഒരു കയറ്റം നമ്മൾ പലരും പേടിക്കും വണ്ടി ബാക്കിൽ പോകുന്നു. ഏതറിൽ ഓട്ടോ ഹോൾഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിന്നോളൂ. ഗിയറിലിട്ട മാതിരി വണ്ടി ഇങ്ങനെ നിന്നു. നമ്മൾ എക്കോ മോഡ് ഏറ്റവും പവർ കുറഞ്ഞ മോഡിൽ കയറ്റം കയറാൻ നോക്കാം കേട്ടോ. എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ടോ. നൈറ്റാണ്. നൈറ്റൊക്കെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 84 കിലോമീറ്റർ റേഞ്ച് എനിക്ക് പോകാം. 67% ചാർജ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ കയറ്റം കയറിക്കാണ്ട് ഭയങ്കര 1.5 കയറ്റാണ് കേട്ടോ. അത് കയറുമെന്ന് നോക്കാം. ഒരാൾ വെച്ചിട്ടാണ്, ബാക്കിൽ ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറുന്നതാണ്. 1.5 കയറ്റാ. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത സമയത്തുള്ളതിനേക്കാൾ പവർ എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ട്. ഒരു മാസം ആകുമ്പോഴത്തേനും പവർ എഫിഷ്യൻസി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ സെയിം പോലുള്ളൊരു കയറ്റം കൂട്ടുകാരനെ വെച്ച് കയറിയപ്പോൾ ഇത്
കൺട്രോൾ ചെയ്ത് ഈ സാധനം ഈ സ്മാർട്ട് എക്കോ ഇടുമ്പോഴാണോ എന്ന് സംശയമുണ്ട്. സ്മാർട്ട് എക്കോ ഉണ്ട്, എക്കോ ഉണ്ട്. നമ്മൾ ഈ ഓപ്ഷൻ ഓണാക്കി ഇടുമ്പോൾ സ്മാർട്ട് എക്കോ ആകുന്നതാണ്. സ്മാർട്ട് എക്കോ എന്നുള്ള ഓപ്ഷൻ ഓണാക്കും. അതേസമയം എക്കോ മോഡിലിടുമ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിൽ ആളെ വെച്ചിട്ടാണെങ്കിലും കയറിപ്പോകുന്നുണ്ട് കേട്ടോ. സ്മാർട്ട് എക്കോ ഇടുമ്പോൾ ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്യാവുന്ന പവർ ആ കിലോമീറ്റർ പറഞ്ഞ കിലോമീറ്റർ കിട്ടും. ഇപ്പോൾ നോക്കിയാൽ എത്ര പെട്ടെന്നാണ് ആ കിലോമീറ്റർ കുറഞ്ഞത് നോക്കിയാൽ നമ്മളെ ഈ ഇലക്ട്രിക് വണ്ടീൻ്റെ ഇതിൽ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു പോരായ്മയാണ് ഈ ബാറ്ററിക്ക് അനുസരിച്ചാണ് കിലോമീറ്റർ. നമ്മൾ പ്രതീക്ഷിച്ച കിലോമീറ്റർ ഒരിക്കലും കിട്ടൂല. പ്രതീക്ഷിച്ച കിലോമീറ്റർ നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കയറ്റങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബാറ്ററി പവർ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ കയറ്റം ഒരു 100 മീറ്റർ കയറ്റുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ 2-3 കിലോമീറ്റർ നഷ്ടപ്പെടും. അപ്പം അങ്ങനെ നമ്മൾ ലോങ്ങോ അല്ലെങ്കിൽ ഒരു കുറച്ചധികം ദൂരം യാത്ര ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും തന്നെ ഉദ്ദേശിച്ച കിലോമീറ്റർ ഒന്നും തന്നെ നമുക്ക് കിട്ടൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതാണ് ഇപ്പൊ കയറ്റം കയറിയത്. നമ്മളിപ്പോ ഇവിടെ പറയും എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടപ്പോ ഇത് ചെയ്യുന്നത്. എല്ലാവരും നോക്കുന്നുണ്ട്. ഇപ്പൊ സംഭവങ്ങൾ ഇപ്പൊ എന്താ ഉദ്ദേശം പിന്നെ ആരാ എന്നൊക്കെ ഇവരാണ് ആൾക്കാർ നോക്കപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ആരുമില്ല. ഗൈസ് കൂടിയാണ് ഞാൻ പ്രത്യേകം മനസ്സിൽ വിചാരിക്കും. ഈ ഗൈസ് കൂടി വേണ്ട ആൾക്കാർ നമ്മുടെ ഓഡിയൻസിന് പ്രത്യേകം ഒരു വേറെ പേര് വിളിക്കണം. തൃശ്ശൂരാകുമ്പോൾ ടീംസ് ആണല്ലേ. ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ ഈ POV കറക്റ്റ് ആണോ എന്ന് നോക്കണം. എനിക്ക് വ്യൂ കറക്റ്റ് ആണോ കിട്ടണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ ഇതുവരെ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടില്ല. എന്നാൽ ആലോചിച്ച് നോക്കാം. 7 മണി മുതൽ 7:30 വരെ സൊമാറ്റോൻ്റെ ഒരു ഓർഡർ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ഗൈസ്. നമ്മൾ പരമാവധി KFCൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കാൻ നോക്കുകയാണ്. അടുത്തോളം നമുക്ക് ലാഭമാകും എന്നറിയില്ല. ഇവിടെ തന്നെ നമുക്കൊരു വൈദ്യുതി ഇപ്പോൾ 83 കിലോമീറ്റർ 67%.